കുറച്ച് നാൾ മുമ്പ് ഒരു നായികയോട് ചോദ്യം ചോദിച്ചു, മലയാള സിനിമയിൽ നായകന്മാരെങ്ങനെ സർവൈവ് ചെയ്യാൻ. അപ്പോൾ അന്ന് ആ നായിക പറഞ്ഞത്, ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ എത്തുന്നതിന് മുമ്പ് പുതിയ നായകന്മാർ ഇൻട്രൊഡ്യൂസ് ആവുന്നു, അതുകൊണ്ട് മലയാള സിനിമയിൽ നായകന്മാർ സർവൈവ് ആവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചേച്ചിയുടെ സിനിമയുടെ പിക്കപ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിസ്മത്തായാലും വരുത്തനായാലും ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്ത് വരുന്ന സിനിമകളല്ല. പക്ഷെ ചേച്ചി എപ്പോഴും ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. സോ ആസ് എ ഹീറോയിൻ ചേച്ചിയുടെ ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു നായകന്മാരുടെ ഇതിലുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നതിൽ? അങ്ങനെ ഞാനൊരു പെർട്ടിക്കുലർ ആയിട്ടൊരു പ്ലാനും സ്ട്രാറ്റജിയും എടുത്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള പടം എനിക്ക് അത്രത്തോളം ഒരു 100 ഫിലിംസ് ഇയർ അങ്ങനത്തെ ഓഫറൊന്നും വരാറില്ല. ഒരു ഫ്യൂ ഫിലിംസ് ഇയർ ഞാനത് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നത് എനിക്കൊരു നല്ലൊരു എല്ലാ ക്യാരക്ടേഴ്സിലും എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കണ്ടാൽ ഐ പിക്ക് ദാറ്റ്. ചിലപ്പോൾ അത് കാരണമായിരിക്കും ഐ എം സ്റ്റിൽ അറൗണ്ട് ഓവർ ഹിയർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ കുറവാണ്. ഞാൻ അവിടെ ബോംബെയിലാണ് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ സ്ട്രാറ്റജിയും പ്ലാനിങ് അങ്ങനെയൊന്നും ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫോർച്ചുനേറ്റ്ലി നല്ല നല്ല ഡയറക്ടേഴ്സ്, നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്.